Assalamu alaikum wa rahmatullahi wa barakatuhu. Hi my dears, how are you all? Are you fine and safe in your home? Okay, we can start our class with the dua. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma, Rabbi zidni ilma, Rabbi zidni ilma. Okay, now we started a new lesson. The name of the lesson is water around us. We know water is the very important thing we need in our daily life. There are many uses for water. What are they? Yes, water is used for drinking, bathing, washing, cleaning and many activities. Okay, we can study together today sources of water. Sources of water. അതായത് ഈ വെള്ളത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. There are many sources of water. There are many sources of water such as ponds, waterfalls, lakes, rivers, streams, seas and oceans. What are the main sources of water? Can you say? Ponds, rivers, lakes, streams, seas and oceans. എന്താണ്? Ponds, rivers, lakes, streams, seas and ocean are the main sources of water. Okay, these water bodies are known as the natural sources of water. അതായത് നമ്മൾ കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുന്നതാണോ? അല്ല, ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിയിൽ തന്നെയുള്ള വെള്ളത്തിൻ്റെ ഉറവിടങ്ങളാണ്. ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ. വാട്ട് ആർ ദേ? പോണ്ട്സ്, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ്, സീസ് ആൻഡ് ഓഷ്യൻ ആർ ദ നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ. റെയിൻ ആൻഡ് മെൽറ്റിംഗ് ഗ്ലേസിയേഴ്സ് ആർ ദ മെയിൻ സോഴ്സസ് ഓഫ് വാട്ടർ. അപ്പോൾ ഇവർക്ക് മെയിനായിട്ട് വാട്ടർ കിട്ടുന്നത് എവിടെ നിന്നാണ്? Rain and melting glaciers. Melting glaciers are the main sources of water. Rain, we know rain, അല്ലേ? മഴ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ മഴയിൽ നിന്നും മെൽറ്റിംഗ് ഗ്ലേസിയേഴ്സ്, അതായത് ഹിമാനികൾ എന്നറിയപ്പെടുന്നു, പർവ്വതങ്ങളുടെ മുകളിൽ കാണപ്പെടുന്ന മഞ്ഞ്, അതായത് ഐസ് കട്ട ഉരുകിയാണെന്ത് നമുക്ക് ആവശ്യമായ ഈ വാട്ടർ ബോഡീസിന് ആവശ്യമായ വാട്ടർ കിട്ടുന്നത്. അപ്പോൾ എന്താണ് the sources of water? What are they? Ponds, rivers, lakes, streams, seas and ocean. And rain and the melting glaciers are the main sources of water. And these water bodies are known as natural sources of water. ഇവയെ എന്താണ് അറിയപ്പെടുന്നത്? നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് അറിയപ്പെടുന്നു, അല്ലേ? നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ. അപ്പം നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ്? മെയിനായിട്ടും റെയിൻ ആൻഡ് മെൽറ്റിംഗ് ഗ്ലേസിയേഴ്സ് ആണ്. ഇവയിൽ നിന്നും ആർക്കൊക്കെ വെള്ളം കിട്ടുന്നു? പോണ്ട്സ്, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ് ഒക്കെ വെള്ളം കിട്ടുന്നു. ഓക്കെ, ദേ ഫിൽ അപ്പ് ദ വാട്ടർ ബോഡീസ്. അപ്പം ഇവയാണ് ഈ വാട്ടർ ബോഡീസിൽ വെള്ളം നിറയ്ക്കുന്നത്. ഓക്കെ, ദ അതർ സോഴ്സസ് ഓഫ് വാട്ടർ സച്ച് ആസ് there are many other sources. Can you say what are the names of the other water bodies? Dams, then tanks, hand pumps and wells are constructed by human beings for storing water. അതായത് നമ്മൾ മനുഷ്യർ വാട്ടർ ബോഡീസ് നിർമ്മിക്കുന്നുണ്ട്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആവശ്യമായ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. അവയെ നമ്മൾ എന്ത് വിളിക്കുന്നു? നാച്ചുറൽ എന്ന് വിളിക്കുമോ അതോ ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കുമോ? We call them artificial water, artificial sources എന്ന് വിളിക്കുന്നു. What are they? Dams. എന്താണ്? Artificial sources of water. Artificial sources of water. കൃത്രിമ നിർമ്മിത വാട്ടർ സോഴ്സസ് ആണ് ഇത്. Dams, then tank. Water tanks, we know tanks, and hand pumps and well.
നമ്മുടെ വീടുകളിലെല്ലാം എന്തുണ്ട്? വെല്ലുണ്ട് അല്ലേ? സം യൂസ് ഹാൻഡ് പമ്പ്സ്. കാർഷിക ആവശ്യത്തിനൊക്കെ ഹാൻഡ് പമ്പ്സ് യൂസ് ചെയ്യുന്നു. ദെൻ ടാങ്ക്സ്, ഡാംസ്. These are constructed by human beings and these bodies are called artificial sources of water. These are known as the artificial sources of water. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടറും പഠിച്ചു, ആർട്ടിഫിഷ്യൽ സോഴ്സസ് ഓഫ് വാട്ടറും പഠിച്ചു. അപ്പോൾ നാച്ചുറൽ സോഴ്സസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണ്? ഓക്കെ, ലേക്സ്, റിവേഴ്സ്, ponds, streams, seas and ocean are the natural sources of water. Then the artificial sources of water ഏതൊക്കെയാണ്? Dams, tanks, hand pumps and well are constructed by human beings and these are known as the artificial sources of water. Okay, അപ്പോൾ എന്താണ് നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ മനസ്സിലായല്ലോ. നെക്സ്റ്റ് we can study surface water and ground water. എന്താണ് സർഫസ് വാട്ടർ? ഉപരിതല ജലം എന്നറിയപ്പെടുന്നു. സർഫസ് വാട്ടർ, വെള്ളം, സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. എന്താണ്? ഗ്ലേസിയേഴ്സ് ഇൻ ദ മൗണ്ടൻസ് മെൽറ്റ് ടു ഫോം റിവേഴ്സ്, ലേക്സ് ആൻഡ് സ്ട്രീംസ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ മൗണ്ടൻ്റെ മുകളിൽ എന്തുണ്ട്? ഗ്ലേസിയേഴ്സ് ഉണ്ടല്ലേ. ദീസ് ഗ്ലേസിയേഴ്സ് മെൽറ്റ്, ഉരുകി എന്താവുന്നു? ടു ഫോം റിവേഴ്സ്, നദിയും പുഴയും ചാലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴുകുന്നില്ലേ. ഗ്ലേസിയേഴ്സ് ഇൻ ദ മൗണ്ടൻസ് മെൽറ്റ് ടു ഫോം എന്താണ്? റിവേഴ്സ്, ലേക്സ് ആൻഡ് സ്ട്രീംസ്. ദ വാട്ടർ ഇൻ ദീസ് വാട്ടർ ബോഡീസ് മേക്ക് അപ്പ് ദ സർഫസ് വാട്ടർ. അപ്പം ഈ എന്താണ്? ഗ്ലേസിയേഴ്സ് ഉരുകി, മെൽറ്റ് ടു ഫോം എന്താണ്? റിവർ, ലേക്സ് ആൻഡ് പോൺസ് ആർ ഫോംഡ്. ദീസ് വാട്ടർ ബോഡീസ് മേക്ക് അപ്പ് ദ സർഫസ് വാട്ടർ. ഈ വാട്ടർ ബോഡീസ് ആണ് എന്താ ചെയ്യുന്നത്? സർഫസ് വാട്ടർ അങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലേ. ഓക്കെ, ഗ്ലേസിയേഴ്സ് ഇൻ ദ മൗണ്ടൻസ് മെൽറ്റ് ടു ഫോം റിവേഴ്സ്, ലേക്സ് ആൻഡ് പോൺസ് ആൻഡ് ദീസ് വാട്ടർ ബോഡീസ് മേക്ക് അപ്പ് ദ സർഫസ് വാട്ടർ. അപ്പോൾ സർഫസ് വാട്ടർ ഉണ്ടാക്കുന്നത് ഏതൊക്കെയാണ്? ഗ്ലേസിയേഴ്സ് in the mountains മെൽറ്റ്, ഉരുകുന്നു അല്ലേ, മഞ്ഞുരുകി എന്താവുന്നു? മെൽറ്റ് ടു ഫോം റിവേഴ്സ്, ലേക്സ് ആൻഡ് സ്ട്രീംസ്. ഇവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർഫസ് വാട്ടർ എന്ന് അറിയപ്പെടുന്നു. സർഫസ് വാട്ടർ. അപ്പോൾ എന്താണ് സർഫസ് വാട്ടർ എങ്ങനെ ഫോം ചെയ്യുന്നത്? ഗ്ലേസിയേഴ്സ് ഇൻ ദ മൗണ്ടൻസ് മെൽറ്റ് ടു ഫോം റിവേഴ്സ്, ലേക്സ് ആൻഡ് സ്ട്രീംസ് ആൻഡ് ദസ് സർഫസ് വാട്ടർ ഫോം. ഓക്കെ, നെക്സ്റ്റ് ഗ്രൗണ്ട് വാട്ടർ. എന്താണ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ? the water found below the earth's surface is known as ground water. അതായത് നമ്മുടെ ഗ്രൗണ്ട്, അതായത് നമ്മുടെ എർത്തിൻ്റെ ഉപരിതലത്തിന് അടിയിൽ കാണപ്പെടുന്ന വാട്ടറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കുന്നു, ഗ്രൗണ്ട് വാട്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, the water found below the earth's surface is known as ground water. Okay, we can obtain groundwater by constructing wells, hand pumps and tube wells. അപ്പോൾ നമ്മൾ നമ്മൾ കിണറുണ്ടാക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ഗ്രൗണ്ട് വാട്ടർ. നമ്മൾ ഭൂമിക്ക് അടിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വാട്ടർ കിട്ടുന്നത്. ദെൻ വി ക്യാൻ മേക്ക് ഹാൻഡ് പമ്പ്സ് ആൻഡ് ട്യൂബ് വെൽസ്. വി ക്യാൻ മേക്ക് ദീസ് വാട്ടർ ബോഡീസ് ഫ്രം ഗ്രൗണ്ട് വാട്ടർ. അപ്പോൾ ട്യൂബ് വെൽസും പിന്നെന്താണ് ഹാൻഡ് പമ്പ്സും നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഗ്രൗണ്ട് വാട്ടറിൽ നിന്നാണ്. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ? Okay, what we call the surface water and ground water. Glaciers in the mountains melt to form rivers, lakes and streams. Thus surface water formed, and the groundwater, the water found below the earth's surface is known as the groundwater. What is called the groundwater? The water found below the earth's surface is known as groundwater. Okay, groundwater and surface water എല്ലാവർക്കും മനസ്സിലായല്ലോ. We can obtain groundwater by constructing wells, pumps and tube wells. അപ്പം നമുക്ക് എങ്ങനെ ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയൊക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും? വെൽസ്, ദെൻ ഹാൻഡ് പമ്പ്സ് ആൻഡ് ട്യൂബ് വെൽസ്. Today what we studied?
Sources of water. What are the main sources of water? Lakes, ponds, rivers, oceans and seas. These water bodies are called the natural sources of water, and the rain and the melting glaciers are the main sources of water. Then what we call the artificial sources of water? The other sources of water such as dams, tanks and hand pumps are constructed by human beings, and these bodies are known as the artificial sources of water. Natural sources um artificial sources namakku manasilayi. Then what is called surface water and groundwater. Glaciers in the mountains melt to form rivers, lakes and streams. These water bodies we called surface water. The water we can found below the earth's surface is known as the groundwater. Okay, inshallah we can study the later portion in the next class. Assalamu alaikum wa rahmatullahi wa barakatuh.